അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അപ്പോൾ യാത്രകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. നിരന്തരമായ യാത്രകളിലൂടെയാണ് ഓരോ മനുഷ്യനും ഓരോ ദിവസവും. കാരണം നമ്മൾ രാവിലെയാകുന്നു, അതിനുശേഷം നമ്മൾ സ്കൂളിലേക്ക്, കോളേജുകളിലേക്ക്, മദ്രസകളിലേക്ക്, മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ പോകുന്നു. കച്ചവട സ്ഥാപനങ്ങൾക്ക് പോകുന്ന ആളുകളുണ്ട്, ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. നിരന്തരമായ യാത്രകളാണ് അല്ലേ? നമ്മുടെ ഗർഭാശയത്തിൽ നിന്നും കുട്ടിയായി വന്നത് മുതൽ നമ്മുടെ യാത്രകൾ തുടങ്ങുകയാണ്. അവസാനവും ഒരു യാത്രയുണ്ട്, ഖബറിലേക്കുള്ള യാത്ര. ഇങ്ങനെ നിരന്തരമായ യാത്ര. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മൾ ഒരുപാട് കാലം നമ്മുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർക്കറിയാം, നമുക്കും അറിയാം. ഒരു വസ്തുതയുണ്ട്, നമ്മളൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളത് ആദ്യമൊക്കെ നമ്മൾ പാദത്തിലൂടെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. നമ്മുടെ പാദം ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കാലുകൾ ഉപയോഗിച്ച് നിരന്തരമായി നമ്മൾ യാത്ര ചെയ്തു. കിലോമീറ്ററുകളോളം യാത്ര ചെയ്തു. അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി, ടൂറായിട്ടും അല്ലാതെയും ജോലിക്കും വേണ്ടിയും നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി, കല്യാണങ്ങളിൽ പങ്കെടുക്കാൻ, ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ കാൽപാദത്തിലൂടെ അല്ലെങ്കിൽ കാൽ ഉപയോഗിച്ച് നടന്നുകൊണ്ടുള്ള യാത്രകളായിരുന്നു. പിന്നെ അതൊക്കെ പുരോഗമിച്ച് നമ്മുടെ യാത്രകളും നമ്മുടെ ചരക്കുകളൊക്കെ ആനകൾ ഏറ്റെടുത്തു, കാളകൾ ഏറ്റെടുത്തു, കാളവണ്ടികൾ ഏറ്റെടുത്തു. അതുപോലെ വേറെയും ഒരുപാട് മൃഗങ്ങൾ, കോവർ കഴുതകൾ ഏറ്റെടുത്തു. അങ്ങനെ പല സാധനങ്ങളിലും നമ്മൾ യാത്ര ചെയ്തു. പിന്നീട് വണ്ടികളിൽ യാത്ര ചെയ്തു. അവസാനം നമ്മൾ പ്ലെയിനിൽ വരെ യാത്ര ചെയ്യാൻ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും പൈദൽ സെ ഹവായി ജഹാസ് തക്ക് ഈ ഒരു പാഠത്തിൽ കാര്യമായിട്ടും പഠിപ്പിക്കാനുള്ളതാ. കണ്ടോളൂ. പൈദൽ എന്ന് പറഞ്ഞാൽ, പൈദൽ ജാന എന്നൊക്കെ പറഞ്ഞാൽ കാൽനടയായി യാത്ര ചെയ്യുക. അപ്പോൾ പൈദൽ സെ കാൽനടയായി യാത്ര ചെയ്യുക എന്നുള്ള ആ ഒരു ഘട്ടത്തിൽ നിന്നും ഹവായി ജഹാസ് തക്ക്, വിമാനം വരെ. അപ്പൊ യാത്രകള് കാൽനട യാത്ര എന്ന രീതിയിൽ നിന്നും വിമാനം വരെയുള്ള സുഖ സൗകര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹമാരി ജറൂറത്ത് ഏക് ജഗാ രഹ്നെ സെ പൂരി നഹി ഹോത്തെ. നമ്മുടെ ആവശ്യങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുക എന്നുള്ള ആ ഒരു രീതി ശരിയല്ല. ഹമാരി ജറൂറത്തെ, നമ്മുടെ ആവശ്യങ്ങൾ ഏക് ജഗാ രഹ്നെ സെ, ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുക എന്നുള്ളത് കൊണ്ട് പൂരി നഹി ഹോത്തെ, പൂർണ്ണമാകൂല. നമ്മൾ ഒരു സ്ഥലത്ത് നിന്നു പിന്നെ ഉടുക്കും പോവാതെ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങി നിൽക്കുക എന്നുള്ളത് ഉണ്ടാവോ? കഴിയൂല, ആർക്കും കഴിയൂല. ഏറ്റവും ചുരുങ്ങിയത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. അതും വേണ്ട, അടുത്ത കടയിലേക്കെങ്കിലും പോകേണ്ടി വരും. ഏറ്റവും ചുരുങ്ങിയത് ഏത് പോകാത്ത ആളാണെങ്കിലും അങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും, ടോയ്ലറ്റിലേക്കിലും പോകേണ്ടി വരും. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ, വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ, അത് ഒരു സ്ഥലത്ത് മാത്രം ഇരുന്നാൽ പൂർണ്ണമാവൂല. ഇസ്ലിയ അതുകൊണ്ട് നമുക്ക് ഏക് ജഗാസെ, ഒരു സ്ഥലത്തിൽ നിന്നും ദൂസരി ജഗ ജാനേക്ക് ജറൂറത്ത് പഠിത്തിയേ, ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്നുള്ള അത്യാവശ്യം വരുന്നു. അപ്പോൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് നമുക്ക് പോകേണ്ടി വരും. ജറൂറത്ത് പഠിത്തിയ പറഞ്ഞാൽ ആവശ്യമായി വരുന്നു എന്നർത്ഥം. ജറൂറത്ത് പഠിത്തിയ ആവശ്യമായി വരുന്നു. പഹലെ ഇൻസാൻ ഹർ ജഗ പൈദൽ ഹി ആതാ ജാതാ താ. കുറെ മുമ്പ് അല്ലെങ്കിൽ പണ്ട്, പഹലെ പറഞ്ഞാല് പണ്ട് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ കുറെ മുമ്പ്, ഇൻസാൻ ഹർ ജഗ പൈദൽ ഹി ആതാ ജാതാ താ. ഓരോ മനുഷ്യന്മാരും എല്ലാ സ്ഥലത്തും നടന്ന് തന്നെ പോവുകയും വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വല്യപ്പന്മാരോടൊക്കെ ചോദിച്ചാൽ മതി. 2, 3, 4, 5 കിലോമീറ്ററുകളൊക്കെ നടന്ന ആളുകൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതവർക്ക് ഒരു വിഷയമല്ല. ഇന്ന് നമുക്ക് 1.5 കിലോമീറ്റർ നടക്കാൻ മടിയാണ് പല ആളുകൾക്കും, അല്ലെ? സൗകര്യങ്ങൾ ഉണ്ടായപ്പോ പല ആളുകൾക്കും. ഇന്ന് നടക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല കേട്ടോ. പക്ഷേ എന്നാൽ പോലും അതുകൊണ്ട് അവർക്ക് നല്ല ആരോഗ്യവും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നടക്കും രാവിലെ കുറച്ച് സമയം, അല്ലെ? പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ നടക്കും.
നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ആരും കാണാത്ത രീതി നടക്കുക ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും മുമ്പൊക്കെ മനുഷ്യന്മാർ എല്ലാ സ്ഥലത്തും ആത്താജാത്താത്ത വരികയും പോവുകയും ചെയ്തിരുന്നു നടന്നിട്ട്. മനസ്സിലായോ? പൈതൽ ഹീ ആത്താജാത്താത്ത, നടന്നുകൊണ്ട് തന്നെ പോവുകയും വരികയൊക്കെ ചെയ്തിരുന്നു. സാമാൻ ബി വോ അപ്പിനെ സെറിയ പേട് പർ ലാദ് കർ ലേ ജാതാത്ത. വസ്തുക്കളും, സാമാൻ എന്ന് പറഞ്ഞ വസ്തുക്കൾ, ബി വസ്തുക്കളും. അപ്പൊ വസ്തുക്കളും വോ അപ്പിനെ സർ പർ അയാള് തന്റെ തലയുടെ മേലിൽ, യാ അല്ലെങ്കിൽ പേട്ട് പർ വയറിന്റെ മേലിൽ, ലാദക്കർ ചുമന്നിട്ട് ലേ ജാത്താത്ത കൊണ്ടുപോകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 5 കിലോ 6 കിലോ 8 കിലോ 10 കിലോനൊക്കെ വരെ അരിയോ അല്ലെങ്കിൽ പഞ്ചസാര അതൊക്കെ റേഷൻ പീടിയതൊക്കെയാണ് വാങ്ങിയിട്ട് തലയിലോ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഊരക്കത്തൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് പല അതൊക്കെ അന്യമാണ്, ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല ആ രംഗങ്ങൾ അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ജനങ്ങൾ ജീവിച്ച ഒരു സമയമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു അത്ഭുതമാവും, നിങ്ങൾ ചെറിയ കുട്ടികളാണ് അല്ലേ, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായി തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു 5ഉം 10ഉം കിലോ വരെ ചുമന്നുകൊണ്ട് വീട്ടിലേക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. 5 കിലോനൊക്കെ സർവ്വസാധാരണയായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് കഴിയൂല, സ്വാഭാവികമാണ്, കാലം മാറി കോലം മാറി അല്ലേ. അപ്പൊ സാധനങ്ങളും തന്റെ തലയുടെ മേലിലോ അല്ലെങ്കിൽ വയറിന്റെ മേലിലോ ലാദുകർ ചുമന്നിട്ട് കയറ്റിയിട്ട് ജാത്തത കൊണ്ടുപോകുമായിരുന്നു. ഏക് സമാനത്തൊക്കെ ഉസീ ത്വര ഇൻസാൻ കാ കാം ചൽത്താ രഹാ. ഒരു കാലഘട്ടം വരെ സമാനത്തൊക്കെ കാലഘട്ടം വരെ ഇസീ ത്വര ഇപ്രകാരം, ഇസീ ത്വര പറഞ്ഞ ഇപ്രകാരം, മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ഇസീ ത്വര ഇപ്രകാരം. അപ്പൊ ഇപ്രകാരം ഒരു കാലഘട്ടം വരെ ഇൻസാൻ കാ കാം ചൽത്താ രഹാ, ഒരു മനുഷ്യന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നു. ഇങ്ങനെയായിരുന്നു ഒരു മനുഷ്യന്മാരുടെ പ്രവർത്തനം ഒരു കാലഘട്ടം വരെ നടന്നിരുന്നത്. ഒരു കാലഘട്ടം ഇങ്ങനെയായിരുന്നു, പിന്നത്തെ കാലഘട്ടം മാറുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ഇങ്ങനെയും ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്രകാരം ഒരു മനുഷ്യന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നു. അപ്പിനി ജറൂറത്തൊക്കെ പൂരാ കർണ കലിയെ, തന്റെ ആവശ്യങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടി, തന്റെ അത്യാവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി ഉസ്നെ ആസ്പാസ് കാ ജായിസ ലിയാ തോ, താൻ തന്റെ ചുറ്റുവട്ടങ്ങളെ പരിശോധിച്ചപ്പോൾ, ആസ്പാസ് എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടം, ജായിസ എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. ശ്രദ്ധിക്കണില്ലേ? ശ്രദ്ധിക്കണില്ലടാ, നല്ലോണം ശ്രദ്ധിച്ചോളിട്ടോ. അർത്ഥം ഇതുണ്ടോ? ആരെ എഴുതാത്ത്? എഴുതാക്കാൻ പറ്റില്ല, എഴുതണം. എല്ലാവരും ഉഷാറായി എഴുതി, ശ്രദ്ധിക്ക്. അപ്പോൾ തൻ്റെ ആവശ്യങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടി തൻ്റെ ചുറ്റുവട്ടം ഒന്ന് പരിശോധിച്ചപ്പോൾ ഉസ്കി സമജ് മേ യേ ബാത്തായി, അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം വന്നു. എന്താണ്? കെ കുച്ച് ജാൻവർ സവാരി ഓർ ബൂജ് ധോനെ കെ കാം ആ സക്തേ, കുറച്ച് മൃഗങ്ങൾക്ക് സവാരി ചെയ്യാനും അതുപോലെ യാത്ര ചെയ്യാനും അതുപോലെ ബൂജ് ധൂനേക്കെ കാം ആ സക്തേ ഹൈ, കുറച്ച് മൃഗങ്ങളെ കൊണ്ട് സവാരി ചെയ്യാനും അതുപോലെ ഭാരം ചുമക്കാനും, ബൂജ് ധൂന പറഞ്ഞാൽ ഭാരം വഹിക്കുക. കുറെ ചുമടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ സ്വന്തമായി ഏൽക്കണ്ടല്ലോ, വേറെ മൃഗങ്ങളെ ഏൽപ്പിക്കാനെന്ന് കരുതിയിട്ട് അവരേൽപ്പിക്കാൻ തുടങ്ങിയെന്ന് അർത്ഥം. ബൂജുഡു പറഞ്ഞാൽ മനസ്സിലായോ? ബൂജുഡൂനെ എന്താ അർത്ഥം പറയാത്ത? ബൂജുഡൂനെ അങ്ങനെ പറയും, ഭാരം വഹിക്കുക, ഭാരം വഹിക്കുക. ശ്രദ്ധിക്കണ്ടല്ലോ ഇല്ലേ? അപ്പൊ ബൂജുഡൂനെ ഭാരം വഹിക്കാനും ഒക്കെ അതിൻ്റെയൊക്കെ കാം പാ സക്തേ ഹൈ, ഉപകാരം ഉണ്ടാവുന്നു, ഉപകരിക്കുന്നു. കുറച്ച് മൃഗങ്ങൾ യാത്ര ചെയ്യാനും ഭാരം വഹിക്കാനും നമുക്ക് ഉപകരിക്കുന്നു എന്ന് മനസ്സിലായി. ഉസ്നെ घोड़े हाथी बैल ऊंट और खच्चरा वगैरह जैसे जानवरों से काम लेना शुरू किया. അങ്ങനെ കുതിര, അതുപോലെ ആന, എലഫന്റ്, ബേൽ കാള, ഊണ്ട്, ഒട്ടകം, ഓർ ഖച്ചർ എന്ന കോവർ കഴുത, അതുപോലെ വയറ വേറെയും കുറേ സാധനങ്ങൾ. ജയ്സ ജാൻവറോസെ ഇത്തരത്തിലുള്ള
മൃഗങ്ങളെ കൊണ്ട് കാംലേന ശുറൂക്കിയ ഉപകാരമെടുക്കൽ തുടങ്ങി. കാംലേന ശുറൂക്കിയ ഉപകാരമെടുക്കൽ തുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലേ? വലിയ വലിയ സാധനങ്ങളൊക്കെ ഏറ്റി പോകൂലേ? നമ്മളെ ആനകൾ കണ്ടിട്ടില്ലേ? അപൂർവമായിട്ടാണെങ്കിലും എപ്പോഴെങ്കിലും കാണുള്ളൂ അങ്ങനത്തെ ദൃശ്യം. എന്നാലും ഈ നെറ്റിൽ അടിച്ചെടുത്താലേ വീഡിയോസിൽ ചിലപ്പോൾ അങ്ങനെ കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ നെറ്റിൽ അടിച്ചു കൊടുത്താലേ കിട്ടും. ഓക്കെ, അത് കണ്ടാൽ മതി. അങ്ങനെ ചുമക്കണതൊക്കെ വെറുതെ മറ്റേ പിന്നെ ആ സ്പോർട്സ് കാണുന്ന അപ്പുറം അത് ആ സ്പോർട്സ് ഒക്കെ ഉണ്ടല്ലോ തൽക്കാലം ഒഴിവാക്കി ഇങ്ങനത്തെ തുറന്ന് കണ്ടോക്കി. നിങ്ങൾ എക്സ്പെരിമെന്റ്സുകളൊക്കെ നിങ്ങൾ കണ്ടോക്കി. അതൊക്കെ നല്ല ഉപകരിക്കും നിങ്ങൾക്ക് ചെയ്യാനും കഴിയും അങ്ങനത്തെ ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ. അപ്പോൾ കാര്യമുള്ള കാര്യം പ്രവർത്തനം ചെയ്യും. ഓക്കെ, അപ്പോൾ പറഞ്ഞു മനസ്സിലായില്ലേ? ആ, അപ്പോൾ ഗോഡെ ഹാത്തി ബേൽ ഉണ്ട് ഖച്ചർ വയറ ജാസാൻ ലേക്കിൻ പക്ഷേ ഉസ്മേ മുഷ്കിലിയത്തി ഇതിലുള്ള ഒരു പ്രയാസം ഇതായിരുന്നു എന്നാൽ ദൂർ ജാനേമേ ബഹുത് വക്ത് ലഗ് ജാതാ താ. ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ കുറേ സമയം എടുക്കുമായിരുന്നു. സംഭവം ഒരു ഏറ്റി ഉഷാറായിട്ട് നമ്മളെ സഹായിക്കും ഈ മൃഗങ്ങളൊക്കെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോയി അത് ഇടും. നമുക്ക് യാത്ര ചെയ്യാം, നമ്മുടെ ചരക്കുകൾക്കും ഒപ്പം യാത്ര ചെയ്യാം. പക്ഷെ മെല്ലെ മെല്ലെ പോകുള്ളൂ. അപ്പൊ സമയം ഒരുപാട് എടുക്കും. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്തായി? കൊണ്ടുപോകൽ മാത്രമല്ല, സമയം കൂടുതൽ എടുക്കാനും പാടില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ അതിനെക്കുറിച്ചാണ് പിന്നെ ചിന്തിക്കാൻ തുടങ്ങിയത്. കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് എത്തുന്ന വൈദ്യ ഇതാണ്. ലേക്കിൻ പക്ഷേ ഉസ്മേ മുഷ്കിലിയത്തി അതിലുള്ള പ്രയാസം ഇതായിരുന്നു എന്തെന്നാൽ ദൂർ ജാനേമേ ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിൽ ബഹുത് വക്ത് ലഗ് ജാതാ താ ഒരുപാട് സമയം വേണ്ടി വന്നിരുന്നു, ഒരുപാട് സമയമെടുത്തിരുന്നു. മനസ്സിലായല്ലോ? ശരിക്കും പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഷോർട്ടും എഴുതി വരിക. ഓക്കെ സാറേ പഠിച്ച് എഴുതി വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.